ആ 2 ഏക്കർ തോട്ടത്തിൽ നിന്ന് ജോലി ചെയ്തിട്ടാണ് ഞാൻ എൻ്റെ കുടുംബം പോറ്റിയിരുന്നത്. അത് മുട്ടിപ്പോയി. ഇപ്പോൾ ആ ഉരുൾപൊട്ടി വന്ന് കഴിഞ്ഞ് ആ മണ്ണ് കംപ്ലീറ്റ് വന്ന് അടയും ചെയ്ത്, പിന്നെ പോരാത്തത് ഇവിടുന്ന് കൊണ്ടുപോകുന്ന വേസ്റ്റ് കംപ്ലീറ്റും കൊണ്ടുപോയിട്ട് ആ ഏലത്തിൻ്റെ മേലെ കൂടെ ഇരുന്നത്. അതിലാണെങ്കിൽ കുറേ മരുന്ന്, 2 മോട്ടർ, സ്പ്രിംഗ്ലർ, അതിൻ്റെ പൈപ്പ് ഇതെല്ലാം നഷ്ടപ്പെട്ടു. കള്ളാടി മണ്ണിടിച്ചിലുമായി ബന്ധപ്പെട്ട് മണ്ണ് ഇടിഞ്ഞു വന്ന ഭാഗത്തെ ഭൂമിയിൽ ജോലി ചെയ്തിരുന്ന ആളാണ് ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നത്. ആ ഭാഗത്തെ ഏലം വ്യാപകമായി നശിച്ചിട്ടുണ്ട്. അതുമാത്രമല്ല, ഇവിടെ നിന്ന് മണ്ണ് അങ്ങോട്ടേക്ക് നീക്കം ചെയ്യുന്നതുകൊണ്ട് അവിടുത്തെ കൃഷി നശിക്കുന്നു എന്നുള്ള ഒരു പരാതിയാണ് ഉന്നയിക്കുന്നത്. എന്താണ് നിങ്ങളുടെ പ്രശ്നം? ഇപ്പോൾ ആ 2 ഏക്കർ തോട്ടത്തിൽ നിന്ന് ജോലി ചെയ്തിട്ടാണ് ഞാൻ എൻ്റെ കുടുംബം പോറ്റിയിരുന്നത്. അത് മുട്ടിപ്പോയി. ഇപ്പോൾ ആ ഉരുൾപൊട്ടി വന്ന് കഴിഞ്ഞ് ആ മണ്ണ് കംപ്ലീറ്റ് വന്ന് അടയും ചെയ്ത്, പിന്നെ പോരാത്തത് ഇവിടുന്ന് കൊണ്ടുപോകുന്ന വേസ്റ്റ് കംപ്ലീറ്റും കൊണ്ടുപോയിട്ട് ആ ഏലത്തിൻ്റെ മേലെ കൂടെ ഇരുന്നത്. അതിലാണെങ്കിൽ കുറേ മരുന്ന്, 2 മോട്ടർ, സ്പ്രിംഗ്ലർ, അതിൻ്റെ പൈപ്പ് ഇതെല്ലാം നഷ്ടപ്പെട്ടു. ഇനിയിപ്പോൾ നമുക്ക് ജീവിക്കാൻ വേറെ ഒരു മാർഗ്ഗമില്ല. ഇപ്പോൾ ഈ ഒരാഴ്ചയും കൂടി കഴിഞ്ഞാൽ അതിൽ നിന്ന് ഏലം എടുക്കാനായി നിൽക്കുന്ന ഏലാണ്. 918 ഏലാണുള്ളത് 2 ഏക്കർ സ്ഥലത്ത്. ഇത് മൊത്തം നഷ്ടപ്പെട്ടു. അപ്പോൾ നമുക്ക് ജീവിക്കാനൊരു മാർഗ്ഗമില്ലാത്ത കണ്ടീഷനിലാണ് നമ്മൾ നിൽക്കുന്നത്. നിങ്ങളവിടെ ജോലി ചെയ്യുന്നത്? അവിടെ ജോലി ചെയ്യുന്ന ആളാണ് ഞാൻ 4 വർഷമായിട്ട് അതിൽ ജോലി ചെയ്യുന്നത്. അപ്പോൾ ആ കൽപ്പറ്റയിലെ ആളാണ്. മൂപ്പരൊരു സുഖമില്ലാത്ത ആളാണ്. മൂപ്പർക്ക് ഒരു ഹാർട്ടിൻ്റെ കംപ്ലൈൻ്റൊക്കെ വന്ന ഒരാളാണ്. മൂപ്പര് രോഗിയാണ്. മൂപ്പരെ വിളിച്ചിട്ട് ഞാൻ എന്താ പറയേണ്ടതെന്നില്ല, എനിക്ക് അറിയുന്നില്ല. മൂപ്പർക്കും വേറെ വരുമാനമോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത ഒരാളാണ്. എൻ്റെ കുടുംബം കൂടി പോറ്റുന്ന മൂപ്പരാണ്. ഈ ചിഹ്നം എന്ന് പറഞ്ഞാൽ ജഗന്നാഥൻ എന്നാണ് മൂപ്പരെ പേര്. മൂപ്പരാണ് എന്നെയും കൂടി എൻ്റെ കുടുംബം കൂടി പോറ്റുന്നത്. നമുക്ക് വേറെ ഒരു വരുമാനം ഇല്ലാത്തൊരു കണ്ടീഷനിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. നിങ്ങളിപ്പോൾ എവിടെ താമസിക്കുന്നത്? ഇപ്പോൾ ഞാൻ താമസിക്കുന്ന മേലെ എനിക്ക് വീടുണ്ട്. വീട്ടിലാണ് താമസിക്കുന്നത്. ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഞാൻ താമസിക്കുന്നത്. പക്ഷെ ഇപ്പോൾ ഒരു മാർഗ്ഗമില്ലാത്തൊരു കണ്ടീഷനിലാണ് നിൽക്കുന്നത്. ഉദ്യോഗസ്ഥർ ആരെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് സംസാരിക്കുക? ആരും വന്നിട്ടില്ല, ആരും ഒന്നും ചോദിച്ചിട്ടില്ല. നമുക്കൊന്ന് പോയിട്ട് അവരോട് പറയാൻ പറ്റാത്ത സാഹചര്യമാണ്. അങ്ങോട്ട് കടത്തി വിടുന്നില്ല. ആ തോട്ടത്തിലൊന്ന് നോക്കാൻ, ആ റൂട്ടിൽ കൂടെ പോകാൻ വരെ സമ്മതിക്കില്ല, പറ്റുന്നില്ല. അതാണ് കണ്ടീഷൻ. ഞാൻ എന്നും രാവിലെ ഇവിടെ ഇറങ്ങും, വൈകുന്നേരം വരെ ഇവിടെ നിൽക്കും, തിരിച്ച് ഞാൻ വീട്ടിൽ പോകും. ഇതാണിപ്പോൾ കണ്ടീഷൻ. എൻ്റെ പേര് മണി. ഈ കള്ളാടി ഈ പറയുന്ന മണ്ണിടിച്ചിലുണ്ടായ പ്രദേശം, ഈ മണ്ണ് എടുത്തു വന്ന ആ പ്രദേശത്തെ തോട്ടത്തിൽ ജോലി ചെയ്യുന്ന ആളാണ് നമ്മോട് പ്രതികരിച്ചത്. 2 ഏക്കർ തോട്ടം ഉണ്ടായിരുന്നു. ആ തോട്ടം പൂർണ്ണമായും ഏലം ഉൾപ്പെടെയുള്ള കൃഷി ചെയ്യുന്ന ഒരു മേഖലയാണ് എന്നാണ് അവിടുത്തെ ജോലി ചെയ്യുന്ന ആൾ നമ്മോട് പ്രതികരിച്ചത്. അവിടെ നിന്ന് ആ വരുമാനം കണ്ടെത്തുന്ന ഒരാളായിരുന്നു. പക്ഷേ ആ മണ്ണ് പൂർണ്ണമായും ആ തോട്ടത്തിലേക്ക് വന്ന് അടിഞ്ഞതോടെ അവിടെ പൂർണ്ണമായും അവരുടെ വരുമാനം നിലച്ചു. മറ്റ് വരുമാന മാർഗ്ഗങ്ങളൊന്നും തന്നെ അവരുടെ ജീവിതം പുലർത്തുന്നതിന് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ അതിനൊരു പരിഹാരം കാണണമെന്നുള്ളതാണ് ഇപ്പോൾ അദ്ദേഹം ആവശ്യപ്പെടുന്നത്. പൂർണ്ണമായും അതിൽ നിന്ന് ലഭിക്കുന്ന വരുമാനത്തിൽ നിന്നാണ് ആ കുടുംബം കഴിഞ്ഞു പോന്നിരുന്നത്. പക്ഷേ അത് ഇല്ലാതായതോടെ ഇനി എന്ത് ചെയ്യുമെന്നുള്ള ഒരു ആശങ്കയുണ്ട്.